രൂഹകന്നാലും പൊന്നെ ഞാൻ മറക്കൂല. ഖബറടഞ്ഞാലും കൽവിൻ വാതിലടയൂല. തൂമഞ്ഞിൻ തൂവലേ പൂത്തഴുകും കാറ്റലേ ചെങ്കിൽ ചേർത്തു. അസ്സലാമലൈക്കും. ഞാനിന്നിവിടെ കുറച്ച് ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇതുപോലൊരു കവർ എടുത്തിട്ടുണ്ട് തുണി കൊണ്ട്. ഞാൻ ഇത് ബാക്കി വരുന്ന തുണികളൊക്കെ ഉണ്ടാവില്ലേ, നല്ല തുണികളൊക്കെ, നല്ല ഉറപ്പുള്ള തുണികൾ, ഇത് കർട്ടൻ്റെ തുണിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാനൊരു ബാഗ് പോലെ അടിച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ നിസ്കാര കുപ്പായം ഞങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നമ്മൾ ഒന്ന് എടുത്തിട്ട് ഒന്ന് കഴുകുമ്പോൾ നമുക്ക് ഒരെണ്ണം വേണമല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ഇവിടെ ഒക്കെ ഇടുക, അല്ലെങ്കിൽ അലമാരിലൊക്കെ വെക്കണം. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ കഴുകി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബാഗിലാക്കി ഒരു സഞ്ചി പോലെ അടിച്ചിട്ടുണ്ട്, ഇതിലാക്കി വെക്കും. അപ്പോൾ ഒരു മുസല്ലെടുക്കുമ്പോൾ ഒരു മുസല്ലെടുക്കും, ഒരു മുസല്ലെടുത്ത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊടി പിടിക്കുക അല്ലെങ്കിൽ അവിടെ ഇവിടെ ഒന്നും ഇടണ്ട. അപ്പോൾ അതിന് നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇങ്ങനെ ഒരു ബാഗ് ഉണ്ടെങ്കിൽ. കവറിലൊക്കെ വെക്കാനായിട്ടും ബെസ്റ്റാണ് ഇങ്ങനൊരു സഞ്ചി പോലെ നമ്മൾ അടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അതിങ്ങനെ നമുക്കൊരു ഭാഗത്ത് ഒതുക്കി വെക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം ആക്കിയിട്ട് ഞാനിപ്പോൾ ഇതിങ്ങനെ ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇടയിൽ കൂടെ അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുവന്നിട്ട് നിസ്കാരക്കുപ്പായ ഇവിടെ മക്കനെ ഇവിടെ അതൊന്നും നോക്കണ്ട. ഇങ്ങനെ ഒരു സഞ്ചിയിലാക്കി വെച്ച് കഴിഞ്ഞാലുണ്ട് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്കിത് ഒരു ഭാഗത്ത് ഇരുന്നാൽ പിന്നെ അത് ആരും അങ്ങനെ എടുക്കത്തോട്ട് ഒന്നും ചെയ്യില്ല, ഇത് ഒരു ഭാഗത്ത് തന്നെ ഇരുന്നോളും. ഇത് ഭയങ്കര യൂസാണ്. എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യട്ടോ. സ്ഥലമില്ലാത്തവർക്കൊക്കെ ഭയങ്കര യൂസാണ് കേട്ടോ. ഇതുപോലെ ഒരു സഞ്ചിയിലാക്കി വെച്ചാൽ മതി, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഇന്ന് എൻ്റെ ഈ ഒരു കബോർഡ് വൃത്തിയാക്കലാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെയാണ് എൻ്റെ നിസ്കാര പായ ഇതൊക്കെ വയ്ക്കുക. അപ്പോൾ ഞാൻ ഇതൊക്കെ ക്ലീനാക്കിയിട്ടുണ്ട്. ഇനി വേറെ നിസ്കാര കുപ്പായ എടുക്കണം, മറ്റേത് കഴുകാനിട്ടു. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ആകെ പൊടി പിടിച്ചേക്കാണ്. ഇനി ഇതൊക്കെ ഒന്ന് ഇത് ഞാൻ ഇങ്ങനെ നല്ല തുണികളുണ്ടല്ലോ, വേണ്ടാത്തൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവുമല്ലോ നല്ല തുണികൾ, അതാണ് കേട്ടോ ഞാൻ വെച്ചേക്കുന്നത്. പേപ്പർ വെച്ചിട്ട് പിന്നെ ഞാനിങ്ങനെ തുണികൾ വയ്ക്കുക. അപ്പോൾ നമുക്ക് സുഖമാണ്. അപ്പോൾ ഇടയ്ക്കെടുത്ത് തുണികൾ എടുത്തൊന്ന് കുടയും ചെയ്യാം, ഇത് നമുക്ക് കഴുകാനെടുക്കുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നല്ല തുണികൾ ഞാൻ വയ്ക്കും. അപ്പോൾ നല്ല യൂസാണ് കേട്ടോ. നമുക്ക് 2 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കാം. എന്താ വെച്ചാൽ ഒന്ന് കുടഞ്ഞിടാം, പിന്നെ 2ാമത്തെ പ്രാവശ്യമൊക്കെ കഴുകിയെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇത് എൻ്റെ ഒരു കോട്ടൻ്റെ പഴയ ഒരു നെറ്റിൻ്റെ ഇതാണ് ഞാനിവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒന്ന് കുടഞ്ഞെടുക്കാനൊക്കെ സുഖമാണ്. ഇതൊരു ഷാളാണ് വെച്ചിരിക്കുന്നത്, ഉപയോഗിക്കാത്ത ഷാളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഒരു പേപ്പർ വയ്ക്കുക, ഇതുപോലെ ഒരു പേപ്പർ വയ്ക്കുക, ഇതിൻ്റെ ഇടയിൽ ഇത് വയ്ക്കുക. നല്ല യൂസാണ് കേട്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇനി ആവശ്യമില്ലാത്ത ഇതുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടല്ലോ, നമുക്ക് മരുന്നുകളൊക്കെ ഉണ്ടാവും ഉപയോഗിക്കാന്ന് വെച്ചാൽ വേദനയുടെ മരുന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പൊടി പിടിച്ചതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. ഈ ടിന്നുകളിൽ നമുക്കിതൊരു ആവശ്യമില്ലാത്തതൊക്കെ ഇതുപോലെ ഇട്ട് വെച്ചാൽ അതൊരു ഭാഗത്ത് മൂലയിൽ ഇരുന്നോളും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെച്ചതാണ്, അതൊക്കെ ഒന്നെടുത്ത് ഞാൻ പൊടിയൊക്കെ തട്ടി ഒന്ന് ക്ലീൻ ആക്കട്ടെ കേട്ടോ. ഇതാണിപ്പോൾ റൂമിൻ്റെ കോലം. അപ്പോൾ ഞാനിപ്പോൾ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ വെടുപ്പാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് അലക്കാനുള്ളത് അവിടെ നിന്നൊക്കെ അലക്കാനുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി റൂമൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഓരോ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ഇവിടെ തുടക്കം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ അല്ലാതെ ഒരു ദിവസം ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു റൂമെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അലർജി തുമ്മലൊക്കെ ഉള്ളവർക്കൊക്കെ ബെസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ പൊടി പടലങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. കബോർഡൊക്കെ ഒന്ന് വൃത്തിയായിട്ടുണ്ട്. കബോർഡിൽ ഇപ്പോൾ ഒതുക്കി വന്നപ്പോൾ സാധനങ്ങൾ വെക്കാനില്ല കേട്ടോ. ഈ കള്ളിയിലൊക്കെ സാധനങ്ങളായിരുന്നു. ഇപ്പോൾ ഇതിലിപ്പോൾ സാധനങ്ങളില്ല. ഇത് കുറച്ച് നേരം കഴിഞ്ഞതൊക്കെ വരും. അപ്പോൾ അത് എല്ലായിടത്തെ അവസ്ഥ അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ റൂം ക്ലീൻ ആക്കിയിട്ട് കാണാം കേട്ടോ. തന്നെ ഉണ്ടോ തലാണയ്ക്കുണ്ടല്ലോ 2 കവറൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് മുഷിയില്ല. ഒരെണ്ണം ഇങ്ങനെ നമ്മൾ തല വെച്ച് കിടക്കുമ്പോൾ എപ്പോഴും അതിന് മെഴുക്കും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും 2 കവർ ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരു കവർ ഇട്ടിട്ട് പിന്നെ ഒരു കവർ കൊണ്ടിട്ടാൽ അപ്പോൾ നമുക്ക് മുഷിഞ്ഞാലും ഇത് ഊരിയാലും ഇത് എന്നിട്ട് വേറൊരു കവർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇടയ്ക്ക് ഇത് ഊരി കഴുകാം.
ആഴ്ചയിലൊക്കെ ഇത് ഊരിക്കഴുകുക. അപ്പോൾ നമ്മൾ തലയണ എപ്പോഴും പെട്ടെന്ന് മുഷിയേ അല്ല അങ്ങനെയൊന്നും സ്മെല്ല് ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വെയിലൊക്കെ കൊള്ളിക്കുക, ഇടയ്ക്കിടയ്ക്ക് വെയിൽ കൊള്ളിക്കുക. കവറുകൾ ഇടയ്ക്കിടയ്ക്ക് ഊരുക, അതുപോലെ തന്നെ ഇടയ്ക്ക് നല്ലപോലെ വെയിൽ കൊള്ളിക്കുക. പുതപ്പാണെങ്കിലും തലയണകളാണെങ്കിലും പുതപ്പ് കഴുകുക, വെയിൽ കൊള്ളിക്കുക. അപ്പോൾ ഒക്കെ നല്ല നമുക്ക് തുമ്മൽ അലർജി ഉള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. എനിക്ക് അലർജി തുമ്മലുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും തുമ്മലൊന്നും മാറുന്നില്ല. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ. ഞാനൊരു പഴയ ചൂലെടുത്തിട്ടുണ്ട് കേട്ടോ, ഉപയോഗിക്കാത്ത ചൂലാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു പഴയൊരു ട്രൗസറാണ്, ഉപയോഗിക്കാത്ത ട്രൗസറാണ്. അപ്പോൾ നനച്ചിട്ട് നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കേണ്ട, അതിൽ മുക്കിയിട്ട് ഇതൊന്നിങ്ങനെ പിടിച്ച് കെട്ടാം, ഇതിങ്ങനെ ഇതാക്കി കെട്ടാം. എന്നിട്ട് നമുക്ക് നമ്മളെ ഇവിടെയൊക്കെ തേച്ച് ആക്കി കൊടുക്കാം. ഇവിടെയൊക്കെ ഇങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ നല്ല പോലെ പൊടിയും ക്ലീനൊക്കെ ആവും കേട്ടോ. അപ്പം ഞാനിതൊന്ന് ഇങ്ങനെ തുടയ്ക്കേണ്ടതാണ്. അപ്പം ഞാനിതുപോലെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ആദ്യമേ ഉണ്ടാക്കി വെച്ച ഒരു ഇതാണ് സൊല്യൂഷൻ ആട്ടോ. അപ്പം എന്താ ഇതിലെന്തിട്ടുള്ളതെന്ന് വെച്ചാൽ പേസ്റ്റ്, കംഫർട്ട്, ബേക്കിംഗ് സോഡ, വിനാഗിരി, സോപ്പും പൊടി, ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഈച്ച, പല്ലി അങ്ങനത്തെ സ്മെല്ലൊക്കെ, ഇതിൻ്റെ സ്മെല്ല് തട്ടി കഴിഞ്ഞ് ഇതൊക്കെ പോകട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് നമുക്കിതൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത് നല്ല സ്ട്രോങ് ആയി കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഈ ജനലിൻ്റെ അവിടെ ഒക്കെ ഇങ്ങനെ തുടച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുക്കാം. അപ്പോൾ നല്ല സ്മെല്ലും ആയിരിക്കും, പല്ലി പാറ്റ അതൊന്നും വരില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ ജനലിന് നമ്മുടെ ഈ ഭിത്തിയൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ തുടയ്ക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഫാന് ഇതൊക്കെ തുടയ്ക്കാം കേട്ടോ. നല്ല കബോർഡ് ഇതൊക്കെ തുടച്ച് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളൊക്കെ തുടയ്ക്കാം. നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യട്ടോ. ഫാൻ തുടച്ച് നോക്കട്ടെ. ഫാന് നല്ല ഇതായിട്ട് ക്ലീനായിട്ട് ഫാൻ കിട്ടും കേട്ടോ. ഫാന് തുടയ്ക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ പൊടികളൊക്കെ പോകട്ടോ. ഇങ്ങനെ പതുക്കനെ തുടച്ചാൽ മതി. ഇതിങ്ങനെ തുടച്ചു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഫാനൊക്കെ ക്ലീൻ ആകും കേട്ടോ. അതുപോലെ എല്ലാ നിലവും ഇതൊക്കെ തുടയ്ക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ കട്ടിലിൻ്റെ കാലിൻ്റെ ചൂടൊക്കെ, അവിടെയൊക്കെ എപ്പോഴും പൊടികൾ ഇങ്ങനെ നമ്മളെ എത്ര തുടച്ചാലും ഉണ്ടാവും. അതുപോലെ തന്നെ ഉറുമ്പൊക്കെ വരും. അപ്പോൾ ഉറുമ്പൊന്നും വരാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് തുടച്ചെടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒക്കെ തുടച്ചെടുത്താൽ മതി കേട്ടോ. നല്ല പോലെ വെളുപ്പാവും, നല്ല സ്മെല്ലും ഉണ്ടാവും, നല്ല വൃത്തിയാവും കേട്ടോ. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ, ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല പോലെ തുടച്ച് ക്ലീനാക്കി. അപ്പോൾ റൂം ക്ലീനായി കേട്ടോ. അപ്പോൾ റൂം തുടച്ച് എല്ലാം കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഒരു ചവിട്ടി ബാത്റൂമിലേക്ക് പോകണ സൈഡിലാണെങ്കിലും റൂമിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഒരു ചവിട്ടി എപ്പോഴും ഇടുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇത്രയും അഴുക്കുകളൊന്നും വരില്ല. അതുപോലെ തന്നെ ആവശ്യത്തിന് കുറച്ച് ആങ്കറൊക്കെ ഇട്ട് വെച്ച് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂമിൽ അവിടെ ഇവിടെയൊക്കെ ഡ്രസ്സുകളൊന്നും വരിയിടാൻ പറ്റില്ല. അപ്പോൾ എന്താ ചഴക്കുകളൊന്നും കെട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ട് വെച്ചാൽ നമ്മുടെ ബാഗുകൾ സാധനങ്ങൾ വെക്കാം. ഇങ്ങനെ ഒരു ബാഗ് ഉണ്ടെങ്കിൽ നമ്മുടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഈ ബാഗിൽ വെക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ റൂം ഇവിടെ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ. അത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. എപ്പോഴും നമ്മളെ റൂമാണെങ്കിൽ എവിടെയാണ് എല്ലാ സ്ഥലവും. ഇതിപ്പോൾ ഒരു ദിവസം തന്നെ ചെയ്യണമെന്നില്ല. നമ്മുടെ ഒരു റൂമാണെങ്കിൽ ഒരു ദിവസം ഒരു റൂമെങ്കിലും ക്ലീൻ ചെയ്യുക. അങ്ങനെ ഓരോന്ന് ചെയ്താൽ മതി. എപ്പോഴും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇത് ചെയ്ത് നോക്കിട്ടാ. അപ്പോൾ യൂസ്ഫുൾ ആവണമെങ്കിൽ ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോസ് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കുക. അതുപോലെ തന്നെ ഒരു റൂമിൽ ഒന്ന് തുടച്ചൊക്കെ കഴിഞ്ഞാൽ ഒരു റൂം സ്പ്രേ ഒക്കെ അടിച്ചു കൊടുക്കാം, ജനലൊക്കെ അടക്കി. അപ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളും എപ്പോഴും നമ്മളെ റൂം എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.